ഹലോ, അപ്പോൾ ഇന്ന് നമുക്കാണെങ്കിൽ ഒരു പായ്ക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആവാനും താരൻ്റെ പ്രശ്നം മാറാനും മുടി പൊട്ടിപ്പോകുന്നതും ഡ്രൈ സ്കാൽപ്പും ഈ പറഞ്ഞ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ മാറ്റിയെടുത്ത് നല്ല തിക്കായിട്ടുള്ള ഹെയർ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സിമ്പിൾ പായ്ക്ക് തയ്യാറാക്കി എടുക്കാം. ഈ ഒരു പായ്ക്കിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലുള്ള 2-3 കാര്യങ്ങൾ മാത്രം എടുത്തേച്ചാൽ മതി. ഈ ഒരു പായ്ക്കിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം ഉലുവ എടുക്കുക. തലേന്ന് കുതിർത്ത് വെക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ കുതിർത്ത ശേഷം വേണം നമ്മൾ പിറ്റേന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. വെള്ള പോഷൻ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ചെറിയൊരു എമൗണ്ടിൽ കറ്റാർ വാഴയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും കൂടെ നന്നായിട്ട് തന്നെ മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുക്കണം. ഇനി നമുക്കൊരു ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് അരിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് ആ ഉലുവയുടേതായിട്ടുള്ള പൊടിയും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഹെയറിൽ ഇരിക്കുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് തന്നെ നല്ല ജെൽ കണ്ടീഷനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ മുടിയിലുള്ള ജടയും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് തന്നെ ചീകി വൃത്തിയാക്കിയ ശേഷം വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്ത് പാക്കോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഹെയറിൽ ചെയ്യുന്നതിൻ്റെ മുന്നേ. എന്നിട്ട് നമുക്ക് സ്കാൽപ്പിൽ കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പായ്ക്കിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു കറ്റാർ വാഴയും ഉലുവയും മുട്ട എല്ലാം തന്നെ നമ്മുടെ ഹെയറിന് ഒരുപാട് യൂസ്ഫുൾ ആണ് കേട്ടോ. ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും മുടി കൊഴിച്ചിൽ തടയാനും താരൻ മാറാനും അതേപോലെ തന്നെ മുടി പൊട്ടിപ്പോകുന്നത് മാറ്റിയെടുക്കാനും എന്നിട്ട് നല്ല തിക്കായിട്ട് തന്നെ ഹെയർ വളർത്തിയെടുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സ്കാൽപ്പൊക്കെ ഇപ്പോൾ ഡ്രൈ സ്കാൽപ്പാണ്, താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ ഭയങ്കര ഡ്രൈനെസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മുട്ട ചേർക്കുമ്പോഴത്തേക്ക് ഡ്രൈനെസ് ഒക്കെ മാറ്റി നല്ലൊരു സ്മൂത്താക്കി വെക്കാനും നല്ല ഒരു സ്കാൽപ്പാക്കി വെക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്ഫുള്ളാണ് ഈ ഒരു പായ്ക്ക്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ നമുക്ക് സമയം കിട്ടുന്നത് പോലെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും നമുക്ക് ഹെയർ ഗ്രോത്തിനും ഹെയർ ഫാളിൻ്റെ ഇഷ്യൂസിനും താരൻ്റെ ഇഷ്യൂസിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കുനിച്ചിട്ടിട്ട് നമ്മുടെ ഹെയർ ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലെങ്തിലും ഒക്കെ തേച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് ചുറ്റി കെട്ടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ തലയിലും സ്കാൽപ്പിലും ഒക്കെ ആകാനും ഒക്കെ നമുക്ക് സഹായിക്കും. ഏകദേശം ഒരു 10-20 മിനിറ്റ് നമ്മളിങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു പാക്കൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഹെയർ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദേഹത്തും നമ്മുടെ ഡ്രസ്സിലും ഒക്കെ പറ്റാനായിട്ട് ചാൻസ് കൂടുതലല്ലേ. അപ്പോൾ ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളും. ഇനി നമുക്കാണെങ്കിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഹെയർ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ എഗ് വൈറ്റാണ് ചേർത്തത് കൊണ്ട് ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. നോർമൽ വാട്ടറിൽ വാഷ് ചെയ്യുന്നവർക്ക് വാഷ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ഒരു സ്മെല്ല് എന്ന് വെച്ചാൽ എഗ്ഗിൻ്റെതായിട്ടുള്ളൊരു സ്മെല്ല് വരുമോ അല്ലെന്നുണ്ടെങ്കിൽ ഉലുവയുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും പൊടികളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ സ്കാൽപ്പിലോ അല്ലെങ്കിൽ മുടിയിലോ ഒന്നും വരത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളത് അരിച്ചിട്ടല്ലേ എടുത്ത്, അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു 10-20 മിനിറ്റിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ നമുക്കത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. മുടി കൊഴിച്ചിൽ മാറാനും ഹെയറിന് നല്ല തിക്നെസ് വരാനും അതേപോലെ തന്നെ സ്കാൽപ്പിൻ്റെ ഡ്രൈനെസ്സും കാര്യങ്ങളും ഒക്കെ മാറ്റിയെടുത്ത് നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് തന്നെ മാറും. നല്ലൊരു ഹെൽത്തി ഹെയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഈ ഒരു പാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. താരനും കാര്യങ്ങളും ഒക്കെ പോകാനും നമ്മുടെ ഹെയർ ഫുള്ള് നമ്മുടെ ഹെയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുപാട് ഇങ്ങനെ ലോങ് ഹെയർ നല്ല ഹെൽത്തി ഹെയർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു പായ്ക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.